നമസ്കാരം. ഒരു സാധാരണക്കാരൻ ഒരു കാർ മേടിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും എൻട്രി ലെവൽ സെഗ്മെന്റിലെ വാഹനങ്ങൾ കൂടുതൽ നൽകുന്നത് മാരുതി സുസുക്കി തന്നെയാണ്. മറ്റു മാനുഫാക്ചേഴ്സിനൊക്കെ അത്രമേൽ വെറൈറ്റി ആയിട്ടുള്ള വിവിധ മോഡലുകളൊന്നുമില്ല, അല്ലെങ്കിൽ വേരിയൻ്റ് ഒന്നുമില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെലേറിയോ, വാഗണാർ, എസ്പ്രസോ, ഇഗ്നിസ് ഡിസ്കണ്ടിന്യൂ ചെയ്തു, സ്വിഫ്റ്റ് ഉണ്ട്, അതുപോലെ ഓട്ടോ കേട്ടൻ ഉണ്ട്, വാഗണാർ ഉണ്ട്. അതിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഫ്രോങ്സും ബലീനോയും അതുമാത്രമല്ല ഡിസൈർ, അങ്ങനെയുള്ള ഒരുപാട് വാഹനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓൾട്ടോ കേട്ടൻ മുതൽ സ്വിഫ്റ്റ് വരെ, അല്ലെന്നുണ്ടെങ്കിൽ വാഗണാർ വരെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഓപ്ഷൻസാണ് ഈ സാധാരണക്കാർക്ക് വാഹനം എടുക്കാൻ പോകുമ്പോഴത്തേക്കും. പക്ഷേ നല്ല നല്ല വാഹനങ്ങളൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, മാരുതി സുസുക്കി ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ ഇനി വരാൻ പോകുന്ന ഒരുപാട് വാഹനങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന വാഹനങ്ങളെക്കുറിച്ച് അവർ നൽകിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരുപാട് കോഡ് നെയിമിൽ വന്ന വാഹനങ്ങളൊക്കെ യഥാർത്ഥ വാഹനങ്ങളായിട്ട് അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യപ്പെടുകയും ഉണ്ടായി. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇനി ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന മറ്റൊരു വാഹനം എസ്പ്രസോയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമ്പനി ഒരിക്കലും ഇത്തരം വാഹനങ്ങൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്നവർ പറയില്ല. അപ്പോൾ ഫോർഡ് ഇവിടുന്ന് പോയ സമയത്ത് അവർ പറയുന്നത് ഞങ്ങളുടെ ഓപ്പറേഷൻസ്, അതായത് ഇന്ത്യൻ മാർക്കറ്റിലെ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യുകയാണ് എന്നുള്ളതാണ്. തത്വത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിർത്തിപ്പോയി എന്നുള്ളതാണ്. പിന്നീട് ഫോർഡൊന്നും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരികയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. അന്ന് ഈ റീസ്ട്രക്ചർ ചെയ്യുക എന്ന വാക്കിൻ്റെ പുറകെ പോയ ആളുകളൊക്കെ അവർ പറഞ്ഞു ഫോർഡ് ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് സൈലൻ്റായിട്ട് നിൽക്കുകയാണ്, അവർ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മാക്കി പോലെയുള്ള ഇലക്ട്രിക് കാറുകളുമായിട്ട് വരും എന്നാണ് അവർ വിശ്വസിച്ചത്. പക്ഷേ അതൊന്നുമല്ല. വൺസ് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് ആയതാണ്. ഇവിടെ മാരുതി സുസുക്കി അങ്ങനെ തന്നെയാണ്. സിയാസിൻ്റെ കാര്യം നോക്കുക, K15C എന്ന് പറയുന്ന എഞ്ചിനുമായിട്ട് വന്ന മികച്ച ഒരു സെഡാൻ വാഹനമാണ്. അത് നിർത്തി എന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ ബ്രോഷറിൽ നിന്ന് പോലും ആ ഒരു വാഹനത്തെ എടുത്ത് കളഞ്ഞിട്ടില്ല. പക്ഷേ പ്രൊഡക്ഷൻ നിർത്തും. ഇഗ്നിസിൻ്റെ കേസിലും അത് തന്നെയാണ് നടന്നത്. ഇനി എസ്പ്രസോ. അപ്പോൾ ഈ ഒരു വാക്കം, ഇഗ്നിസും എസ്പ്രസോയും പോയ ആ ഒരു സ്പേസ്, അത് വലിയ ഒരു സ്പേസ് തന്നെയാണ്. കാരണം ആളുകൾക്ക് ചോയ്സ് ഇല്ല, വാഗണാറിലേക്ക് പോകണമോ. വാഗണാറിൻ്റെ കാര്യം പറഞ്ഞാൽ എഞ്ചിൻ നല്ലതാണ്, 1.2 എഞ്ചിൻ നല്ലതാണ്, 1 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുന്നത് ഓക്കെ. അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് വലിയൊരു ഫീച്ചറോ കാര്യങ്ങളൊന്നുമില്ല. 8 ലക്ഷം രൂപ ബഡ്ജറ്റ് കൊടുത്ത് എടുക്കുന്ന വാഹനത്തിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റോ, അതല്ലെന്നുണ്ടെങ്കിൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോ, ഈവൻ ഒരു പുഷ് സ്റ്റാർട്ട് ബട്ടണോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കും. കാരണം നമ്മൾ 8 ലക്ഷം രൂപ കൊടുത്തെടുത്തൊരു വാഹനത്തിൽ എന്ത് ഫീച്ചറാണ് ഉള്ളത്? ഇൻട്രോ ഒരുപാട് ലോങ് ആയി പോകുന്നുണ്ട്, ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, അത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ സാധ്യത ഉള്ള ഒരു വാഹനം. അത് വാഹനത്തിൻ്റെ പേര് വന്നിട്ടില്ല, കോഡ് നെയിം വന്നിട്ടുണ്ട്. Y43 എന്ന് പറയുന്ന വാഹനമാണ്. പഞ്ച് റൈവൽ എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനത്തെ ഒരു 2 വർഷം മുമ്പ് മാരുതി സുസുക്കി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും എന്നുള്ള രീതിക്കുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കമ്പനി ഒഫീഷ്യലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസുക്കിയുടെ കോഡ് നെയിമിൽ വരുന്ന, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പൈപ്പ് ലൈനിലേക്കാണ് ആഡ് ചെയ്യാൻ പോകുന്ന ഒരുപാട് വാഹനങ്ങൾ ഇത്തരത്തിൽ വന്നു. അത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് യഥാർത്ഥ വാഹനങ്ങളായിട്ട് വരികയും ചെയ്തു. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ YED, അത് സ്വിഫ്റ്റാണ്, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരിക തന്നെ ചെയ്തു. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Y43 എന്ന് പറയുന്ന കോഡ് നെയിമിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു വാഹനത്തെക്കുറിച്ചിട്ടാണ്. ഈ വാഹനം പഞ്ചിന് ഒരു എതിരാളിയായിട്ട് മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ച. ഇഗ്നിസിനെയും എസ്പ്രസോയെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്പേസിലേക്കാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. 2024 കലണ്ടർ വർഷം 2,20,000 മുകളിൽ വാഹനങ്ങൾ വിറ്റ ഒരു മോഡൽ എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ വാഹനമായിരുന്നില്ല, അത് ടാറ്റയുടെ വാഹനമായിരുന്നു, അത് പഞ്ചായിരുന്നു. ആ ഒരു സ്പേസാണ് ഇവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് ഇക്കോസ്പോർട്ട് എന്ന് പറയുന്നൊരു വാഹനം വന്നു. ആ ഒരു സ്പേസാണ് പിന്നെ ബ്രസ അപഹരിച്ചത്. അതുപോലെ തന്നെ മാരുതി സുസുക്കി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ നല്ലൊരു സെഗ്മെൻറ്റോ അല്ലെങ്കിൽ അത്തരത്തിലൊരു സെഗ്മെൻറ്റ് വിന്നർ എന്നുള്ള രീതിക്ക് വാഹനങ്ങൾ പല മാനുഫാക്ചേഴ്സും കൊണ്ടുവരും. പിന്നീട് അവർ ആ സെഗ്മെൻറ്റ് അങ്ങ് ഏറ്റെടുക്കും. ഇപ്പോൾ നമ്മൾ ഇൻഡിഗോ CS എന്ന് പറയുന്ന ഒരു വാഹനത്തെക്കുറിച്ച് നമുക്കറിയാം. അത് കോമ്പാക്ട് സെഡാൻ സെഗ്മെൻറ്റിൽ വന്നൊരു വാഹനമാണ്. CS എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് സെഡാൻ എന്നുള്ളതാണ്. ആ ഒരു സെഗ്മെൻറ്റിലാണ് ഇപ്പോൾ ഡിസൈർ വെന്നിക്കൊടി പാറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. Y43 എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഓൾറെഡി
ഓൾറെഡി നമ്മുടെ കോണ്ടന്റിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മുടെ കോണ്ടന്റും നമ്മൾ ഇത്തരത്തിലുള്ള വ്ളോഗുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ പറയട്ടെ, ഈ ഒരു വാഹനത്തിൻ്റെ ഇമേജ് അല്ലെങ്കിൽ ക്യാമോഫ്ലാജ് ചെയ്തിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. എൻ്റെ വളരെ പരിമിതമായിട്ടുള്ള അറിവിനകത്ത് വെച്ച് പരിമിതമായിട്ടുള്ള റിസർച്ചിൽ വെച്ചിട്ട് ഏകദേശം ഒരു 1.5 വർഷമായിട്ട് ഈ ഒരു വാഹനത്തെക്കുറിച്ച് കാര്യമായിട്ട് റിസർച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്ന് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു വാഹനം Y43 ഇന്ത്യൻ മാർക്കറ്റിൽ ക്യാമോഫ്ലാജ് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു എന്നുള്ള ഇമേജോ വീഡിയോ എവിടെയും കാണാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആദ്യമേ തന്നെ ധരിപ്പിക്കട്ടെ. ഇപ്പോൾ ഇവർ പറഞ്ഞ പ്രകാരം, ഇപ്പം ഓട്ടോക്കാർ ഇന്ത്യയൊക്കെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം പഞ്ച് റൈവലായിട്ട് വന്നിട്ടുള്ള Y43 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നൊരു സമയം ഒക്ടോബർ നവംബർ 2026 ഒരു കാരണവശാലും ഒക്ടോബർ നവംബർ 2026 ഇത്തരത്തിലൊരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2027 പോലും Y43 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ ഹരിയാന HR26 എന്ന് പറഞ്ഞാൽ ഹരിയാനയിലെ ഗുഡ്ഗാവ് ആണെന്നാണ് എൻ്റെ ഒരു ധാരണ. എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഗുഡ്ഗാവ് തന്നെയാണ്. ആ ഒരു പ്രദേശത്തെ നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് മറ്റൊരു വാഹനം ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാമോഫ്ലാജ് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വാഹനം ഹസ്ലർ എന്ന് പറയുന്ന ഒരു വാഹനമാണ്. ആ ഒരു വാഹനം എസ്പ്രസോയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ആ ഒരു സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളതും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നീട് അങ്ങോട്ട് ഇത്തരത്തിലുള്ള യാതൊരുവിധ അപ്ഡേഷൻസും ഉണ്ടായിരുന്നില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഇമേജസ് ഒക്കെ AI റെൻഡേഡ് ആയിട്ടുള്ള ഇമേജസ് ആണ്. അതായത് ഇത്തരത്തിലൊക്കെ പഞ്ചിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഈ രൂപത്തിലൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അല്ലാതെ Y43 എന്ന് പറയുന്ന വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എന്ന് വരും, അല്ലെങ്കിൽ അത് അവരുടെ പൈപ്പ് ലൈനിലുണ്ട് എന്നൊന്നും മാരുതി സുസുക്കി ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ വളരെ പരിമിതമായിട്ടുള്ളൊരു അറിവ് വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, മാരുതി സുസുക്കി ഇനി ഇത്തരത്തിൽ ഒരു വാഹനത്തെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും. മാരുതി സുസുക്കിയുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വാഹനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി ഒരു കാരണവശാലും മാരുതി സുസുക്കി വളരെ മികച്ച ഇത്തരത്തിലുള്ള K സീരീസ് 4 സിലിണ്ടർ 1.2 എഞ്ചിനുകളെ പ്രൊമോട്ട് ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴുള്ള വാഗണാറിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിലുള്ള 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ K12N എന്ന് പറയുന്ന ആ ഒരു എഞ്ചിൻ ചിലപ്പോൾ നിർത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഉറപ്പില്ല, ഇതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. പക്ഷേ K12M നിർത്തി, അത് ഇഗ്നിസോട് കൂടി അത് തീർന്നു. നല്ല എഞ്ചിനായിരുന്നു, പെപ്പി എഞ്ചിനായിരുന്നു. പക്ഷെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സെറ്റൽ എന്ന് പറയുന്ന ആ ഒരു 3 സിലിണ്ടർ എഞ്ചിനിൽ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി നടത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും മിക്കവാറും എല്ലാ വാഹനങ്ങളിലും ഈ ഒരു സെറ്റൽ എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനായിരിക്കും. കമ്പനിക്ക് ലാഭമാണ്, കാരണം മറ്റൊരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ വേറെ മാനുഫാക്ചേഴ്സ് ഇത്തരം മോഡലുകളൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ മാരുതിയായിട്ടൊരു കോമ്പറ്റീഷനും മറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ മോഡലുകളൊന്നും അവൈലബിൾ അല്ല. അപ്പം ഒരു ഓൾട്ടോ K10 എടുക്കാൻ പോകുന്ന ഒരാൾക്ക് കോമ്പറ്റീഷനായിട്ട് വേറൊരു വാഹനം, ഇപ്പോൾ ക്യുഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നിയർ അടുത്ത് പോലും വരാൻ പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല വാഗണാർ ആയിക്കോട്ടെ, സ്വിഫ്റ്റ് ആയിക്കോട്ടെ, അതിനൊന്നൊരു കോമ്പറ്റേറ്റർ എന്ന് പറയുന്നൊരു മോഡലുകൾ മറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നും സ്ട്രോങ് ആയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് XB എന്നുള്ളതല്ല അതിനെ പറയേണ്ടത്, ക്രോസ് ബി എന്നാണ് പറയേണ്ടത്. ഇത് ജപ്പാൻ ഓട്ടോമൊബിലിറ്റി ഷോയിൽ ഈ ഒരു വാഹനം കാണിച്ചിരുന്നു. സ്ട്രോങ് ഹൈബ്രിഡ് ആണ്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്, അഡാസ് ഒക്കെ ഉള്ളൊരു വാഹനമാണ്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അതൊന്നും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹസ്ലർ ആയിക്കോട്ടെ, ക്രോസ് ബി ആയിക്കോട്ടെ, Y43 എന്ന് പറയുന്ന കോഡ് നെയിമിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്ന മറ്റൊരു SUV, അതായത് പഞ്ചിന് ഒരു എതിരാളി എന്നുള്ള രീതിക്ക് ഒരു വാഹനം വരികയാണെന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് ഹൈബ്രിഡ് അവതാരത്തിലായിരിക്കും വരാൻ പോകുന്നത്. സെറ്റൽ എന്ന് പറയുന്ന ആ ഒരു എഞ്ചിൻ ഒരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യും. ആ ജനറേറ്റർ ഉപയോഗിച്ച് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് അത് ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്ത് ആ ബാറ്ററിയിലെ പവർ ഉപയോഗിച്ചിട്ട് മോട്ടറുകൾ ചലിക്കുന്നു. മോട്ടറുകളായിരിക്കും വീലുകളെ ചലിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇന്ത്യൻ ഓട്ടോമൊബൈൽ നിയമം അനുസരിച്ചിട്ട് മോട്ടറുകൾ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, അത് ബാറ്ററിയിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഒരു മോട്ടർ വർക്ക് ചെയ്യുകയും ആ മോട്ടറിൻ്റെ വർക്കിങ്ങിലൂടെ വീലുകൾ ചലിക്കുകയും ചെയ്താൽ അതിനൊരു ഇലക്ട്രിക് കാറായിട്ട് കരുതാം. ആ 5% GST ആണ് കമ്പനി ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രിക് കാറുകൾ പെട്രോൾ കാറിൻ്റെ വിലയിൽ ലഭ്യമാകും എന്നുള്ള വാർത്തകളൊക്കെ വെളിയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും Y43 ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമോ എന്നുള്ളത് പേഴ്സണലി എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി വന്നാൽ തന്നെ അത് 1.2 സെറ്റൽ എന്ന് പറയുന്ന എഞ്ചിനുമായിട്ട് പെയർ ചെയ്തിട്ടൊരു സ്ട്രോങ് ഹൈബ്രിഡ് എന്നുള്ള രീതിക്കായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്യണമോ എന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം
ഇനി അങ്ങോട്ടുള്ള 2026 ആ ഒരു വാഹനം വരാനുള്ള സാധ്യതയില്ല. 2027 അവസാനത്തോട് കൂടിയൊക്കെ ആയിരിക്കും ഈ സ്ട്രോങ് ഹൈബ്രിഡിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുകയുള്ളൂ. അത്രയും വർഷമൊന്നും കാത്തിരുന്നിട്ട് നമ്മളൊരു വാഹനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആവശ്യം ഇപ്പോഴല്ലേ. അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് പറ്റിയ വാഹനം സെലക്ട് ചെയ്ത് മേടിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും Y43നെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ വാഹനത്തിൽ അല്ലെങ്കിൽ അത്തരം ആ ഒരു വാഹനത്തിൻ്റെ ഫീച്ചർ കാര്യങ്ങൾ അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കാതിരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.